Good evening, students. Welcome to a lecture series of quantum mechanics. ബോർ മോഡൽ ഓഫ് ആറ്റവുമായി ബന്ധപ്പെട്ട കുറച്ച് ലെക്ചേഴ്സാണ്, കുറച്ച് ടോപ്പിക്കുകളാണ് കഴിഞ്ഞ ലെക്ചേഴ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്നുള്ളതായിരിക്കും ഒരു ചെറിയ കോൺസെപ്റ്റും കൂടി നമുക്ക് ഈ ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. അത് ന്യൂക്ലിയർ മോഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബോർ മോഡൽ ഓഫ് ആറ്റം പ്രകാരം ഹൈഡ്രജൻ്റെ സ്പെക്ട്രൽ ലൈൻസും എനർജി ലെവൽസും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. പക്ഷേ അത്തരം സിറ്റുവേഷൻസിലൊന്നും നമ്മൾ ബോർ മോഡലിൻ്റെ കോൺസെപ്റ്റിൽ ഒരു ഹൈഡ്രജൻ ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സെൻറ്ററിൽ ഒരു പോസിറ്റീവ്ലി ചാർജ് ന്യൂക്ലിയസ് ആണെന്നും ഇലക്ട്രോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതായിരുന്നു നമ്മളുടെ കൺസെപ്റ്റ്. ദറ്റ് മീൻസ് അക്കോർഡിംഗ് ടു ബോർ മോഡൽ ഓഫ് ആറ്റം എ ഹൈഡ്രജൻ ആറ്റം വിൽ ലുക്ക് ലൈക്ക് ദിസ്. ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ് and electron is revolving around the nucleus in certain orbits. So energy എന്ന് പറയുന്നത് നമ്മൾ En prime is equal to En is equal to E1 divided by n square, where E1 is minus 13.6 electron volt. ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. ആ E1 ഒരു എക്സ്പ്രഷൻ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു, me⁴ മൈനസ് me⁴ ഡിവൈഡഡ് ബൈ 8 epsilon naught സ്ക്വയർ h². ഇതാണ് E1 എന്ന് പറയുന്നതിൻ്റെ റെപ്രസെൻറ്റ്. ഈ എം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇലക്ട്രോണിൻ്റെ മാസാണ്, റെസ്റ്റ് മാസ് ഓഫ് ദ ഇലക്ട്രോൺ, ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് 9.1 into 10⁻⁻31 കിലോഗ്രാം. അപ്പോൾ നമ്മളുടെ കോൺസെപ്റ്റ് പ്രകാരം ഒരു പോസിറ്റീവ്ലി ചാർജ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എനർജിയുടെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. എനർജിയുടെ എക്സ്പ്രഷനിൽ ഇലക്ട്രോണിൻ്റെ മാസാണ് അവിടെ അപ്പിയർ ചെയ്തേക്കുന്നത്. ഇലക്ട്രോണിൻ്റെ മാസം ന്യൂക്ലിയറിൻ്റെ മാസമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഈ എനർജിയുടെ എക്സ്പ്രഷനിലില്ല. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ബോർ മോഡൽ ഓഫ് ആറ്റം ഡിസ്കസ് ചെയ്തപ്പോൾ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ദാറ്റ് ന്യൂക്ലിയസ് ഈസ് സ്റ്റേഷനറി എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഒരു സ്റ്റേഷനറി ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു എന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ചോദിച്ചത്. ദാറ്റ് മീൻസ് so far we have discussed the hydrogen atom in Bohr's theory, as follows. That means electron is revolving around a positively charged nucleus, which is stationary. ഇതാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത, ഇതുവരെയുള്ള എല്ലാ ലെക്ചേഴ്സിനും നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ എനർജിയുടെ എക്സ്പ്രഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്തപ്പോൾ നമ്മൾ ന്യൂക്ലിയസ്, ഒരു സ്റ്റേഷനറി ന്യൂക്ലിയസിന് ചുറ്റുമാണ് ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പക്ഷേ ഇത് ഇത് ശരിയല്ല. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. This is not actually true. That means nucleus is also revolving. That means നമ്മൾ ആ പ്രോബ്ലത്തിനെ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, both nucleus and
and electron is revolving a common revolving about their center of mass. അതായത് ഈ ഒരു ഹൈഡ്രജൻ ആറ്റം പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈസ് ആക്ച്വലി ടു ബോഡി പ്രോബ്ലം. ഒരു ന്യൂക്ലിയസും ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് മാസസുകളുണ്ട്. ഒരു ഹെവിയർ മാസ് എം, ന്യൂക്ലിയസിൻ്റെ മാസിനെ ക്യാപിറ്റൽ എം എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, ഇലക്ട്രോണിൻ്റെ മാസിനെ സ്മോൾ എം എന്ന് പറയും. അപ്പം രണ്ട് മാസുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ വഴിയാണ് ഒരു ഹൈഡ്രജൻ ആറ്റം എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് മാസ് എന്ന് പറയുന്നത് ഒരു ഹെവിയർ മാസ് ന്യൂക്ലിയർ മാസും ഒരു ഇലക്ട്രോണും ഉണ്ട്. ഇത് രണ്ടും ഇലക്ട്രോണും ന്യൂക്ലിയസും റിവോൾവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ കൺസെപ്റ്റ്. അപ്പോൾ ഈ രണ്ട് മാസുകൾക്കും ചേർന്നിട്ട് ഒരു കോമൺ സെൻറ്റർ ഓഫ് മാസ് നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. മെക്കാനിക്സിൽ നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സെൻറ്റർ ഓഫ് മാസ്, ഈ രണ്ട് മാസുകൾക്കും ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുമ്പോൾ ഈ രണ്ടിനും ചുറ്റും ഒരു കോമൺ സെൻറ്റർ ഓഫ് മാസ് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. ദാറ്റ് സെൻറ്റർ ഓഫ് മാസ് ഈസ് വെരി ക്ലോസ് ടു ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ നിന്ന് വളരെ അടുത്താണ് ഈ സെൻറ്റർ ഓഫ് മാസ്. കാരണം എന്താ ന്യൂക്ലിയസിന്റെ മാസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ മാസിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലാർജ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻറ്റർ ഓഫ് മാസ് ന്യൂക്ലിയസിന് അടുത്തായിരിക്കും. ബിക്കോസ് mass of nucleus is quite larger than that of the electron. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആക്ച്വലി ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യേണ്ടത് ഒരു സ്റ്റേഷനറി ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യേണ്ടത് ഒരു കോമൺ സെൻറ്റർ ഓഫ് മാസിൽ ഒരു ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഇതാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് വിചാരിക്കുക. ആ കോമൺ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസിന് ചുറ്റും ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്യുക. ആ രണ്ട് കോമൺ സെൻറ്റർ ഓഫ് മാസിന് ചുറ്റും ന്യൂക്ലിയസും റിവോൾവ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണും റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ എം എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. -E. ഇതിൻ്റെ മാസിനെ കുറിച്ച് വളരെ ലാർജാക്കി റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ന്യൂക്ലിയസിൻ്റെ മാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം. സോ ന്യൂക്ലിയസ് ഈസ് ഓൾസോ റിവോൾവിങ് അറൗണ്ട് the positively charged nucleus is also revolving about the center of mass axis. This is the axis of rotation. That axis is passing through center of mass of the atom. സെൻറ്റർ ഓഫ് മാസിലാണ് കൂടെയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ബോത്ത് ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ ആർ revolving about a common axis passing through their center of mass. Okay, that means that problem is actually a two-body problem. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ നമ്മൾ പലപ്പോഴും മെക്കാനിക്സിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. നമുക്കതിനൊന്ന് പിക്ചോറിയൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും.
ഇത് സെൻറ്റർ ഓഫ് മാസ് എന്ന് വിചാരിക്കുക, ഇത് ന്യൂക്ലിയസ്, ന്യൂക്ലിയസിൻ്റെ മാസ് ക്യാപിറ്റൽ എം, ഇത് ഇലക്ട്രോൺ എം. ഇവിടെ നിന്ന് ഈ ഡിസ്റ്റൻസ് ക്യാപിറ്റൽ എമ്മിൽ നിന്ന് സ്മോൾ എമ്മിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് ക്യാപിറ്റൽ ആർ എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ. ആൻഡ് സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് ന്യൂക്ലിയസിലേക്കുള്ള ഡിസ്റ്റൻസ് R1 എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ ദിസ് ഈസ് R2. ക്ലിയർ? ഇതാണ് നമ്മളുടെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ. ബോത്ത് ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ ആർ റിവോൾവിംഗ് അറൗണ്ട് എ കോമൺ സെൻറ്റർ ഓഫ് മാസ്, അബൌട്ട് സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ. സോ വി ക്യാൻ ഈ ഒരു പ്രോബ്ലം പലപ്പോഴും ഡയാറ്റമിക് മോളിക്യൂളിൻ്റെ എക്സാമ്പിളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇത് വളരെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു 2 ബോഡി പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് moment of inertia about the center of mass, moment of inertia about the center of mass can be represented as I is equal to m1 r1 square plus m2 r2 square എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. m1 എന്നല്ല, സോറി, ക്യാപിറ്റൽ എം R1 സ്ക്വയർ ഇൻറ്റു സ്മോൾ എം R2 സ്ക്വയർ എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ. വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. നിങ്ങൾക്കറിയാം അറ്റ് ദ സെൻറ്റർ ഓഫ് മാസ് m1 r1 is equal to m2 r2. ഇത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈ രൂപത്തിൽ, നമ്മളതിൻ്റെ ഡീറ്റെയിൽസ്, നമ്മൾ അതിൻ്റെ സ്റ്റെപ്സ് ഡിസ്കസ് ചെയ്യുന്നില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട അല്ലാത്തതുകൊണ്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സ്മോൾ എം ഇൻറ്റു ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ സ്മോൾ എം പ്ലസ് ക്യാപിറ്റൽ എം ഇൻറ്റു R1 പ്ലസ് R2 ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾ നോക്കൂ, R1 പ്ലസ് R2 എന്താണ്? R1 പ്ലസ് R2 എന്ന് പറയുന്നത് R ആണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, സ്മോൾ എം ഇൻറ്റു ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ സ്മോൾ എം പ്ലസ് ക്യാപിറ്റൽ എം ഇൻറ്റു R സ്ക്വയർ എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ. ആൻഡ് യു പുട്ട് small m into capital M by small m plus capital M as m prime. This is called the reduced mass of the system. അപ്പോൾ ഒരു ന്യൂക്ലിയസും ഒരു ഇലക്ട്രോണും ഇതിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന റെപ്രസെൻറ്റേഷനിൽ നമ്മളൊരു പുതിയൊരു ടൈം കൊണ്ടുവന്നു, റെഡ്യൂസ്ഡ് മാസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. അപ്പോൾ ആ റെഡ്യൂസ്ഡ് മാസ് എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് റെഡ്യൂസ്ഡ് മാസ് എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ദിസ് എം പ്രൈം ഈസ് ലെസ് ദാൻ ദ വാല്യൂസ് ഓഫ് സ്മോൾ എം ആൻഡ് ക്യാപിറ്റൽ എം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ടോട്ടൽ മാസിനേക്കാളും കുറവായിരിക്കും ഈ റെഡ്യൂസ്ഡ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതൊക്കെ മെക്കാനിക്സിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ എന്ന് പറയുന്നത് സ്മോൾ എം ഇൻറ്റു ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ സ്മോൾ എം പ്ലസ് ക്യാപിറ്റൽ എം ആർ സ്ക്വയർ എന്ന് പറയുന്നത് യു ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് എം പ്രൈം ആർ സ്ക്വയർ. അപ്പോൾ ഈ ഇക്വേഷൻ മെക്കാനിക്സിൽ ഈ ഇക്വേഷൻ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഒരു എം പ്രൈം മാസ് ഉള്ള ഒരു പാർട്ടിക്കിൾ ആർ ഡിസ്റ്റൻസിലുള്ള ഒരു ആക്സിസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആണ്, റിവോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യക്ക് ഇക്വലൻ്റ് ആണ് ഈ ഒരു ഫിഗർ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫിഗറിനെ നമുക്ക് ഇങ്ങനെ ഇക്വലൻ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഒരു എം പ്രൈം മാസുള്ള ഒരു പാർട്ടിക്കിൾ
ആ എം പ്രൈം മാസിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ പൊസിഷനാണ് നമ്മൾ പറയുന്നത്. ആർ ഡിസ്റ്റൻസിലുള്ള ഒരു ആക്സിസിന് ചുറ്റുമുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദിസ് സെന്റർ ഓഫ് മാസ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ about an axis passing through a point at a distance r from the particle m prime. So ഒരു സിംഗിൾ പാർട്ടിക്കിൾ, അതായത് നമുക്ക് ഈ ഫിഗറിനെ this two body rotation is equivalent to the rotation of a single particle of mass m prime about an axis at a distance r from the particle. I is equal to m prime r square. That means you can consider this problem as equivalent to a problem for a particle of mass m prime which is rotating about an axis at a distance r. Okay, which is placed at a distance r. Clear ആയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ടു ബോഡി പ്രോബ്ലത്തിനെ ഒരു സിംഗിൾ ബോഡി പ്രോബ്ലം ആയിട്ട് പ്രസന്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് സ്റ്റേഷനറി അല്ല. ആക്ച്വൽ ആറ്റത്തിൽ, ഹൈഡ്രജൻ ആറ്റത്തിൽ ന്യൂക്ലിയസ് സ്റ്റേഷനറി അല്ല. ന്യൂക്ലിയസും ഇലക്ട്രോണും ഒരു കോമൺ സെൻറ്റർ ഓഫ് മാസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുമ്പോൾ, നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, അതിന് ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് അതിനെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. എം പ്രൈം എന്ന് പറയുന്ന, അതായത് റെഡ്യൂസ്ഡ് മാസ്, ഈ ഫോർമുലയിൽ നിന്ന് കിട്ടുന്ന എം പ്രൈം മാസ് ഉള്ള പാർട്ടിക്കിള് ആർ ഡിസ്റ്റൻസിൽ കൂടെ പാസ് ചെയ്യുന്ന, അവിടെ നിന്ന്, അതായത് ആ പാർട്ടിക്കിളിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് ദൂരത്തിലുള്ള ഒരു ആക്സിസിന് ചുറ്റും ഉണ്ടാക്കുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് I is equal to m prime r square എന്ന് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് ദിസ് ഫിഗർ ഈസ് ഇക്വലന്റ് ടു ദിസ് ഫിഗർ. ഇവിടെ നമുക്ക് ഇതൊരു ടു ബോഡി പ്രോബ്ലം ആണ്. രണ്ട് പാർട്ടിക്കിളുകളുണ്ട്, രണ്ട് ന്യൂക്ലിയസും ഉണ്ട്, ഇലക്ട്രോണും ഉണ്ട്. ഇവിടെ നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്? ഇവിടെ ഒരു സിംഗിൾ പാർട്ടിക്കിൾ, അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഈ രണ്ട് റൊട്ടേഷനും ഇക്വലൻ്റ് ആയിട്ട് ഒരു സിംഗിൾ പാർട്ടിക്കിൾ ആർ ഡിസ്റ്റൻസിലുള്ള ഒരു ആക്സിസിന് ചുറ്റും ഉണ്ടാകുന്ന റവല്യൂഷനായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. Okay, that means we have converted this two body problem into a single body problem having mass m prime. അപ്പോൾ m മാറി, ഇലക്ട്രോൺ നമ്മളിപ്പോൾ ഇതുവരെ m prime എന്ന് പറയുന്ന മാസ് ആയിരിക്കും നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടി വരിക. m prime is called the reduced mass. m prime is equal to, അപ്പോൾ നമുക്ക് കിട്ടിയ രണ്ട് മൂന്ന് എക്സ്പ്രഷൻസ് ഒന്ന് റെപ്രസെൻ്റ് ചെയ്യാം. I is equal to small m into capital M divided by small m plus capital M into r1 plus r2 the whole square. Equation number 3 എന്ന് നമുക്ക് substitute ചെയ്യാം. And this can be also written as m prime r square, equation number 4, and m prime is equal to small m into capital M divided by small m plus capital M. Equation number 5. This is called the reduced mass. So, nuclear motion നിങ്ങൾ ഒരു ഹൈഡ്രജൻ ആറ്റം പ്രോബ്ലത്തിനെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ you have to include what? You have to replace the electron mass with m prime. That means by taking into account the nuclear motion
we have to replace electron mass m by its reduced mass by a new mass, or which is the reduced mass m prime. അപ്പോൾ നമുക്ക് എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം ബോർ തിയറി പ്രകാരം, ബോർ മോഡലിൽ നിന്ന് നിങ്ങൾക്ക് എനർജിയുടെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയേക്കുന്നത് En is equal to minus m e raised to 4 divided by 8 epsilon naught square h square into 1 by n square. ഇതാണ് നമ്മൾ ബോർ മോഡലിൽ നിന്ന് കിട്ടിയത്. അതായത് നമ്മൾ without considering nuclear motion. അപ്പോൾ ഈ എം എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ മാസ്സാണ്, ഇലക്ട്രോൺ റെസ്റ്റ് മാസ്സാണ്. ക്ലിയർ? ഓക്കെ. So by taking into account of the nuclear mass, you have to write the energy levels can be represented as En prime. ഒരു പ്രൈംഡ് കോർഡിനേറ്റ്, പ്രൈംഡ് ഇൻഡെക്സ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. En പ്രൈം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ മോഷൻ കൺസിഡർ ചെയ്തിട്ടുള്ള, കൺസിഡറിങ് ന്യൂക്ലിയർ മോഷൻ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. കൺസിഡറിങ് ന്യൂക്ലിയർ മോഷൻ, En prime can be represented as minus m prime e raised to 4 divided by 8 epsilon naught square h square into 1 by n square. Okay. നമുക്കറിയാം ഇതിനെ ഒന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ m prime divided by m into minus m e raised to 4 divided by 8 epsilon naught square h square. ഞാനൊരു എം കൊണ്ട് മുകളിൽ നിന്ന് താഴെയും മൾട്ടിപ്ലൈ ചെയ്തു എന്ന് മാത്രമേ വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ. ഇൻറ്റു 1 by n സ്ക്വയർ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. വാട്ട് ഈസ് ദിസ്? E1. അതായത് നമ്മൾ ന്യൂക്ലിയർ മോഷൻ കൺസിഡർ ചെയ്യാതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ബോർ തിയറി പ്രകാരം കിട്ടിയ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയാണ് E1 എന്ന് പറയുന്നത്. ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി which is equal to minus 13.6 electron volt. So you can simply write it as En prime is equal to m prime divided by m into E1 divided by n square. Okay, clear? നമുക്ക് ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുക്കാം, പിന്നെ ഇക്വേഷൻ നമ്പർ 7 എന്ന് കൊടുക്കാം. സോ ന്യൂക്ലിയർ മോഷൻ കൺസിഡർ ചെയ്യുമ്പോൾ എനർജി ലെവൽസ് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഫോർ സിംപ്ലി യു ക്യാൻ റൈറ്റ് ഇറ്റ്. അപ്പോൾ എം കുറച്ചും കൂടിയും സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ En പ്രൈം ഇസ് ഈക്വൽ ടു എം പ്രൈം ഡിവൈഡഡ് ബൈ എം ഇൻറ്റു En എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. En എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ മോഷൻ കൺസിഡർ ചെയ്യാത്ത എനർജി ലെവൽസ്, En പ്രൈം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ മോഷൻ കൺസിഡർ ചെയ്ത എനർജി ലെവൽസ്. ഇത്രയാണ് വ്യത്യാസം. എം പ്രൈം ഡിവൈഡഡ് ബൈ, ഇവിടെ എം പ്രൈം എന്താ? എം പ്രൈം എന്ന് പറയുന്നത് സ്മോൾ എം ഇൻറ്റു ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ സ്മോൾ എം പ്ലസ് ക്യാപിറ്റൽ എം. ഓക്കെ, സോ എം പ്രൈം ഇസ് ഈക്വൽ ടു എം പ്രൈം ബൈ എം ഇസ് ഈക്വൽ ടു small m capital M divided by small m into small m plus capital M. That is equal to capital M divided by small m plus capital M. Okay, what is capital M? What is capital M?
capital M is the nuclear mass. Nuclear mass ഒരു ഓർഡിനറി ഹൈഡ്രജൻ ആണെങ്കിൽ സാധാരണ ഒരു ഹൈഡ്രജൻ ആറ്റം നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ, ഇവിടെ ഒരു ഇലക്ട്രോൺ. അപ്പോൾ ന്യൂക്ലിയർ മാസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം, ഓർഡിനറി ഹൈഡ്രജൻ ആറ്റം is equal to proton mass ആണല്ലോ. ഇലക്ട്രോണിൻ്റെ മാസ് നിങ്ങൾക്ക് അറിയുകയും ചെയ്യും. അപ്പോൾ എം പ്രൈം ബൈ എം എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ സ്മോൾ എം പ്ലസ് ക്യാപിറ്റൽ എം എന്നാണ് കിട്ടിയത്. ഒരു ഓർഡിനറി ഹൈഡ്രജൻ ആറ്റത്തിൽ ദിസ് വാല്യൂ വിൽ ബി, നമുക്ക് ഇങ്ങനെ എഴുതാം, 1.67 × 10⁻⁻27 കിലോഗ്രാം ഡിവൈഡഡ് ബൈ 9.1 × 10⁻31 പ്ലസ് 1.67 × 10⁻27, and this value is 0.99945 എന്ന് വരും, which is equation number 8. That is m prime by m is equal to 0.99945. So what is the new energy levels? New energy levels En prime is equal to m prime by m into En എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. That is equal to 0.99945 En for hydrogen atom. En prime ഇതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് ഇ എൻ എന്ന് പറയുന്നത് എന്താണ്? ഇ എൻ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്? ഇ എൻ എന്ന് പറയുന്നത് E1/n² എന്നാണ് റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. അതായത് -13.6 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡഡ് ബൈ n² എന്നാണ് റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. ദാറ്റ് മീൻസ് ദിസ് ഈസ് നെഗറ്റീവ്. എനർജി ലെവൽസ് ആർ നെഗറ്റീവ്. അപ്പോൾ ഇവിടെ ഇ എൻ പ്രൈം എഴുതുമ്പോൾ 0.99945 ഇ എൻ എന്ന് വരുമ്പോൾ ദിസ് ഇ എൻ പ്രൈം ഈസ്, ഇ എൻ നെഗറ്റീവ് ആയത് ഇ എൻ പ്രൈം ഈസ് ലെസ് നെഗറ്റീവ് ദാൻ ഇ എൻ. ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് E1 എന്ന് പറയുന്നത് -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. n = 1 കൊടുത്താൽ E1 എന്ന് പറയുന്നത് -13.6 E1 പ്രൈം എന്ന് പറയുന്നത് ഒരു ലെസ് നെഗറ്റീവ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ് വരിക. മീൻസ് ഇറ്റ് വിൽ ബി അറൗണ്ട് ഇൻ ദിസ് റേഞ്ച്. ഓക്കെ, 0.9945 ഇൻറ്റു കുറച്ചും കൂടി ലെസ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം. ദാറ്റ് മീൻസ് എന്താ, നമുക്ക് ഇങ്ങനെ പറയാം, എനർജി ലെവൽസ് ആർ ഇൻക്രീസ്ഡ്. എനർജി ലെവൽസ് ഇൻക്രീസ് ചെയ്യപ്പെട്ടു എന്ന് പറയാൻ പറ്റും. ആ ഇൻക്രീസ് എത്രത്തോളം ഉണ്ടാവും? ആ ഇൻക്രീസ് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഇ എൻ പ്രൈം എന്ന് പറയുന്നത് 0.99945 ഇ എൻ ആണ് എഴുതിയത്. അപ്പോൾ ഇ എൻ പ്രൈം മൈനസ് ഇ എൻ ഡിവൈഡഡ് ബൈ ഇ എൻ എന്ന് എഴുതുമ്പോൾ നമുക്ക് 0.99 അല്ലെങ്കിൽ ഇ എൻ അങ്ങനെ എഴുതാം. ഇ എൻ മൈനസ് ഇ എൻ പ്രൈം ഡിവൈഡഡ് ബൈ ഇ എൻ ഇസ് ഈക്വൽ ടു ഇ എൻ മൈനസ് 0.99945 ഇ എൻ divided by En. That is equal to 1 minus 0.99945. Okay. So, ഇതിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, ഡെൽറ്റ ഇ എൻ ഡിവൈഡഡ് ബൈ ഇ എൻ എന്ന് എഴുതാം. ഇൻറ്റു 100 ചെയ്യുമ്പോൾ ദാറ്റ് വാല്യൂ ഈസ് 0.055, അത്രയും പെർസെൻറ്റേജ് വരും. അപ്പോൾ ചേഞ്ച് എന്ന് പറയുന്നത് the increase in energy levels
is only about 0.05%. അത്രയും 0.05% ഒരു ചേഞ്ച് മാത്രമാണ്, ഇതിൽ എന്താ പറയുക ഒരു ന്യൂക്ലിയർ മോഷൻ കൊണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ -13.6 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ സ്ലൈറ്റ്ലി ലെസ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിട്ട് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ ലെവലുകൾക്കും ഒരു സ്ലൈറ്റ്ലി ലെസ് നെഗറ്റീവ് വാല്യൂ ആയിട്ട് അത് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. പക്ഷെ ആ ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി എ വെരി സ്മോൾ പെർസെൻറ്റേജ്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റലി ഒബ്സർവ് ചെയ്യുന്ന ഹൈഡ്രജൻ സ്പെക്ട്രൽ ലൈൻസും ന്യൂക്ലിയർ മോഷൻ കൺസിഡർ ചെയ്തിട്ട് ഉള്ള എനർജി ലെവൽസും നമുക്ക് ഓൾമോസ്റ്റ് എക്സ്പെരിമെൻ്റലി കിട്ടുന്ന എനർജി ലെവൽസും സ്പെക്ട്രൽ ലൈൻസും അതുപോലെ തന്നെ ന്യൂക്ലിയർ മോഷൻ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന എനർജി ലെവൽസുകളും റിസൾട്ടുകൾ ഓൾമോസ്റ്റ് മാച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനും സാധിച്ചു. ഓക്കെ, അപ്പോൾ ബോർ തിയറി പ്രകാരം, ബോർ മോഡൽ പ്രകാരം En എന്ന് പറയുന്നത് -m(e⁴ ഡിവൈഡഡ് ബൈ 8 എപ്സിലോൺ നോട്ട് സ്ക്വയർ h സ്ക്വയർ 1/n² ആണ്, വിത്തൗട്ട് കൺസിഡറിങ് ന്യൂക്ലിയർ മോഷൻ. After considering nuclear motion, energy levels are En prime is equal to -m prime e⁴ divided by 8 epsilon naught square h square into 1/n². ഇതിനെ നമ്മൾ E1/n² എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ -13.6 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡഡ് ബൈ n² എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഇതിനെ നമുക്ക് m'/n ഇൻറ്റു E1/n² എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, ഓർ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 0.99945 En എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ E1/n². ഓക്കെ, so or you can write it as 0.99945 into -13.6 electron volt divided by n². ഇതാണ് En പ്രൈം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റലി ഒബ്സർവ് ചെയ്ത സ്പെക്ട്രൽ ലൈൻസും ബോർ മോഡൽ വെച്ചിട്ടുള്ള സ്പെക്ട്രൽ ലൈൻസും തമ്മിൽ ചെറിയൊരു ഡിസ്ക്രീപ്പൻസി നമുക്ക് എപ്പോഴും ഒബ്സർവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ന്യൂക്ലിയർ മോഷൻ കൺസിഡർ ചെയ്യാതെ എനർജി ലെവൽസ് നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ആ ആക്ച്വൽ എനർജി ലെവൽസും അല്ലെങ്കിൽ ആക്ച്വൽ സ്പെക്ട്രൽ ലൈൻസിൻ്റെ വേവ് ലെങ്ത്തും ബോർ മോഡൽ പ്രകാരം ബോർ പ്രപ്പോസ് ചെയ്ത സ്പെക്ട്രൽ ലൈൻസിൻ്റെ വേവ് ലെങ്ത്തും തമ്മിൽ ചെറിയ ഡിസ്ക്രീപ്പൻസി നമുക്ക് കാണാൻ സാധിച്ചു. ആ ഡിസ്ക്രീപ്പൻസി ഓവർകം ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഡിസ്ക്രീപ്പൻസി ഓവർകം ചെയ്യുന്നത് ഈ ന്യൂക്ലിയർ മോഷനും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ആക്ച്വൽ എക്സ്പെരിമെൻ്റലി ഒബ്സർവ് ചെയ്യുന്ന റിസൾട്ടിന് ഇക്വലൻ്റ് ആയിട്ടുള്ള അതേ റിസൾട്ട് തന്നെ നിങ്ങൾക്ക് എനർജി ലെവൽസും അതേപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളുടെ സ്പെക്ട്രൽ ലൈൻസിലും സംഭവിക്കും. നിങ്ങൾക്കറിയാം റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് നമ്മൾ ഓൾറെഡി റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. R എന്ന് പറയുന്നത് ഇറ്റ് ഈസ് -E1 ഡിവൈഡഡ് ബൈ CH എന്നൊക്കെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. ഓക്കെ, ഇതാണ് നമ്മൾ ന്യൂക്ലിയർ മോഷൻ കൺസിഡർ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അത് ഒരു 8 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് വാല്യൂ ഈസ് 1.97331 into 10⁻⁷ meter raised to -1 mole, without considering without considering ന്യൂക്ലിയർ മോഷൻ കൺസിഡർ ചെയ്യാതെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ബോർ മോഡൽ പ്രകാരമുള്ള റിഡ്ബർഗ് കോൺസ്റ്റന്റ് ആണിത്. when we consider nuclear motion,
the Rydberg constant is slightly lowered and its value is 1.096758 into 10 raised to 7 meter raised to minus 1. Slightly lowered. So the corrected Rydberg constant is 1.0967758 into 10 raised to 7 meter raised to minus 1. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ്റെ സ്പെക്ട്രൽ ലൈൻസിൽ ന്യൂക്ലിയർ മോഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന എനർജി ലെവൽസ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ മോഷൻ കൺസിഡർ ചെയ്യാതിരിക്കുമ്പോൾ കിട്ടുന്ന സ്പെക്ട്രൽ ലൈൻസിൻ്റെ വേവ് ലെങ്ത്തിൽ നിന്ന് കുറച്ചും കൂടിയും ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ന്യൂക്ലിയർ മോഷൻ കൺസിഡർ ചെയ്യുമ്പോൾ എനർജി ലെവൽസിൽ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. അത് എക്സ്പെരിമെൻ്റലി വെരിഫൈ ചെയ്യാനും എക്സ്പെരിമെൻ്റലി ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനും സാധിച്ചു. ഈ ഒരു ന്യൂക്ലിയർ മോഷൻ്റെ ഏറ്റവും വലിയ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡ്യൂട്ടീരിയം എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ ഡിസ്കവറിയാണ്. അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിസ്കവറി ഓഫ് ഡ്യൂട്ടീരിയം. ഡ്യൂട്ടീരിയം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഹൈഡ്രജന്റെ മറ്റൊരു ഐസോട്ടോപ്പാണ്. ഹൈഡ്രജന്റെ ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും കൺസിഡർ ചെയ്യുക, ഒരു ഇലക്ട്രോണും കൺസിഡർ ചെയ്ത് ഇതൊരു ഹൈഡ്രജൻ ആറ്റാണ്. ഒരു ഹൈഡ്രജൻ ആറ്റം തന്നെ, ഹൈഡ്രജൻ ആറ്റം വിച്ച് കണ്ടെയ്ൻസ് ഹൈഡ്രജൻ ആറ്റം which contains one proton and one neutron in the nucleus. അതായത് നമ്മൾ മാസ് നമ്പർ എന്നൊക്കെ പറയും. മാസ് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1. ഒരു ഹൈഡ്രജന്റെ മറ്റൊരു ഐസോട്ടോപ്പ് എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഹൈഡ്രജൻ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഉണ്ട്. പ്രോട്ടോണിന്റെ മാസ് എത്രയാണ്? പ്രോട്ടോൺ മാസ് എന്ന് പറയുന്നത് 1.67 into 10 raised to minus 27 kilogram ആണ്. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ന്യൂട്രോൺ മാസ്. ന്യൂട്രോണിൻ്റെയും പ്രോട്ടോൺ മാസ് സെയിം ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഓർഡിനറി ഹൈഡ്രജന്റെ ന്യൂക്ലിയർ മാസിന്റെ 2 ഇരട്ടി ഉണ്ടായിരിക്കും നമ്മളുടെ ഡ്യൂട്ടീരിയത്തിന്റെ ന്യൂക്ലിയർ മാസ്. ദ ന്യൂക്ലിയർ മാസ് ഓഫ് deuterium is double the nuclear mass of ordinary hydrogen. That means the hydrogen atom which contains only one proton in the nucleus. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അതിനെ ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. എം ഡി എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഡ്യൂട്ടീരിയത്തിന് ഡി എന്ന് പറയുന്ന സിമ്പിൾ റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into MH എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ആക്ച്വലി 2 into 1.67 into 10 raised to minus 27 കിലോഗ്രാം ആണ് വരിക. നമ്മളിപ്പോൾ തന്നെ ന്യൂക്ലിയർ മോഷൻ കൺസിഡർ ചെയ്തപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി ലെവൽസിൽ ന്യൂക്ലിയർ മാസിന് പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലായി. കാരണം എന്താ, അതിലൊരു എം പ്രൈം എന്ന് പറയുന്നൊരു സിമ്പിൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ എനർജി ലെവൽസ് എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത് EN പ്രൈം ഈക്വൽ ടു മൈനസ് എം പ്രൈം ബൈ എം E1 by n സ്ക്വയർ എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. ഓർ സിംപ്ലി മൈനസ് എം ഇ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 8 എപ്സിലോൺ നോട്ട് സ്ക്വയർ H സ്ക്വയർ ഇൻറ്റു 1 by n സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത് എം പ്രൈം. Okay, so
ഈ എം പ്രൈം എന്ന് പറഞ്ഞാൽ സ്മോൾ എം ഇൻറ്റു ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ സ്മോൾ എം പ്ലസ് ക്യാപിറ്റൽ എം. സ്മോൾ എം എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ മാസ്, ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെ മാസ്. അപ്പോൾ ന്യൂക്ലിയർ മാസിൻ്റെ വാല്യൂ വ്യത്യാസം വരുന്നതിനനുസരിച്ച് എനർജി ലെവൽസിന് വ്യത്യാസം വരും എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ്റെ എനർജി ലെവൽസും ഡ്യൂട്ടീരിയത്തിൻ്റെ എനർജി ലെവൽസും ഒരേ, ഹൈഡ്രജൻ്റെ സ്പെക്ട്രവും ഡ്യൂട്ടീരിയത്തിൻ്റെ സ്പെക്ട്രവും ഒരേപോലെയല്ല കിട്ടുക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക എന്താണെന്ന് ചോദിച്ചാൽ ഡ്യൂട്ടീരിയത്തിൻ്റെ സ്പെക്ട്രൽ ലൈൻസ് കുറച്ചും കൂടിയും ഷോർട്ടർ വേവ് ലെങ്ത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മളൊരു ഹൈഡ്രജൻ ഗ്യാസ് എടുക്കുകയാണെങ്കിൽ ആ ഹൈഡ്രജൻ ഗ്യാസിലെ ഒരു 6000 ഹൈഡ്രജൻ ആറ്റംസ് എടുത്താൽ അതിൽ 1 ആറ്റം will be a deuterium. അപ്പോൾ നമ്മളൊരു ഹൈഡ്രജൻ ഗ്യാസിൻ്റെ സ്പെക്ട്രൽ ലൈൻസ് വളരെ ലോ ഡെൻസിറ്റിയിലുള്ള ഹൈഡ്രജൻ ഗ്യാസ് എന്താ പറയുക ലോ പ്രഷറിൽ എത്തിച്ചാണ് അയണൈസർ ഗ്യാസിൻ്റെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഹൈഡ്രജൻ്റെ സ്പെക്ട്രൽ അറ്റോമിക് സ്പെക്ട്ര നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതിൽ ഡ്യൂട്ടീരിയത്തിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ സ്പെക്ട്രൽ ലൈൻസിൽ വ്യത്യാസം വരും എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് പറയാം. ഒരു 6000 ഹൈഡ്രജൻ ആറ്റംസ് എടുത്താൽ അതിൽ ഒരു ആറ്റം എന്ന് പറയുന്നത് ഒരു ന്യൂട്രോണും കൂടിയുള്ള ന്യൂക്ലിയസ് ഉള്ള ഹൈഡ്രജൻ ആറ്റം ആയിരിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബി എ ഡ്യൂട്ടീരിയം ആറ്റം. അപ്പോൾ 6000 ഹൈഡ്രജൻ ആറ്റം എടുത്താൽ അതിൽ ഒരെണ്ണമെങ്കിലും ഒരു ഡ്യൂട്ടീരിയം ആറ്റം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഡിസ്കസ് ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഡ്യൂട്ടീരിയത്തിൻ്റെ എനർജി ലെവൽസും ഹൈഡ്രജൻ്റെ എനർജി ലെവൽസും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. reduced mass of deuterium ഇതെന്ത് വരും? നമുക്ക് എം പ്രൈം ഡി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്മോൾ എം ഇൻറ്റു മാസ് ഓഫ് ദ ന്യൂക്ലിയർ മാസ് ഓഫ് ഡ്യൂട്ടീരിയം ഇൻറ്റു സ്മോൾ എം പ്ലസ് ക്യാപിറ്റൽ എം ഡി എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതിന് ഇക്വേഷൻ നമ്പർ 10 എന്ന് കൊടുക്കുക. റെഡ്യൂസ്ഡ് മാസ് ഓഫ് ഹൈഡ്രജൻ എന്ത് വരും? റെഡ്യൂസ്ഡ് മാസ് ഓഫ് ഹൈഡ്രജൻ, ഓർഡിനറി ഹൈഡ്രജൻ ആറ്റം which contains only one proton in its nucleus, m prime h എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സഫിക്സ് എച്ച് കൊടുത്താൽ ഹൈഡ്രജൻ ആറ്റം എന്ന് മനസ്സിലാക്കുക. സഫിക്സ് ഡി ഉണ്ടെങ്കിൽ അത് ഡ്യൂട്ടീരിയം ആറ്റമാണ്. സോ സ്മോൾ എം ഇൻറ്റു ക്യാപിറ്റൽ എം എച്ച് divided by small m plus capital MH. Equation number 11. But MD is equal to 2mH. കാരണം എന്താ? ഒരു ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ 1 പ്രോട്ടോൺ 1 ഇലക്ട്രോൺ ആണുള്ളത്. ഇതാണ് ഹൈഡ്രജൻ ആറ്റം. ഒരു ഡ്യൂട്ടീരിയം ആറ്റം ആണെങ്കിൽ 1 പ്രോട്ടോൺ 1 ന്യൂട്രോൺ 1 ഇലക്ട്രോൺ. അപ്പോൾ അവിടെ ഒരു പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഇറ്റ് വിൽ ബി ഈക്വൽ ടു 2mH എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. എം ഡി ഈസ് മാസ് ഓഫ് ദ ഡ്യൂട്ടീരിയം മാസ് ഓഫ് ദ ന്യൂക്ലിയസ് ഓഫ് ദ ഡ്യൂട്ടീരിയം മാസ് ഓഫ് ദ ഡ്യൂട്ടീരിയം ന്യൂക്ലിയസ് ഇസ് ഈക്വൽ ടു ഡബിൾ ദ മാസ് ഓഫ് ദ ഹൈഡ്രജൻ ന്യൂക്ലിയസ് എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 12. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? ദെൻ എം പ്രൈം ഡി is equal to small m into 2mH divided by small m plus 2mH. That is equal to 2mH into 2 into small m into mH divided by m plus 2mH, which is equation number 13.
എം പ്രൈം ടി കിട്ടി. അപ്പോൾ ഡ്യൂട്ടീരിയത്തിൻ്റെ എനർജി ലെവൽസ് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എനർജി ലെവൽസ് ഓഫ് ഡ്യൂട്ടീരിയം നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എം പ്രൈം ഡി ബൈ എം ഇൻറ്റു E1 ബൈ എൻ സ്ക്വയർ. നമുക്കതിനെ ഇ ഡി എൻ ഇ പ്രൈം ഡി എൻ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. എം പ്രൈം ഡി ബൈ എം ഇൻറ്റു E1 ബൈ എൻ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 14. എനർജി ലെവൽസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇത് രണ്ടും ന്യൂക്ലിയർ മോഷൻ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ എക്സ്പ്രഷൻ എഴുതിയത്. എനർജി ലെവൽസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. എനർജി ലെവൽസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം വിൽ ബി